കടുത്ത വേനലിൽ കാട്ടാനക്കൂട്ടം കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇടുക്കിയിൽ പെയ്തിറങ്ങുന്നത് കണ്ണീരിന്റെ വേനൽ മഴ. 2 മാസത്തിനിടയിൽ ജില്ലയിൽ പൊലിഞ്ഞത് 4 ജീവനുകളാണ്. അടുത്ത ഇര ആരെന്ന ആശങ്കയിലാണ് ജനം. പതിവ് പോലെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഇറങ്ങിയവരാണ് ആനക്കലിക്ക് ഇരയായത്. എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും നിരവധിയാണ്. വന അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശത്ത് പടയപ്പയുടെ സാന്നിധ്യമുണ്ട്. പടയപ്പ വാഹനങ്ങൾ തടയുന്നതും മറ്റും ഇവിടെ പതിവു കാഴ്ചയാണ്. ബിയൽ റാമിലും സിംഗുകണ്ടത്തും തമ്പടിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പനും മൊട്ടവാലനും. ഈ കാട്ടാനക്കൂട്ടം കർഷകർക്കും ഗ്രാമവാസികൾക്കും ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. വനമേഖലയിൽ തീറ്റയില്ലാത്തതാണ് ആനകൾ കാടുവിട്ട് ജനവാസ മേഖലകളിൽ തമ്പടിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 6 കോടി രൂപകൾ അനുവദിക്കുന്നുണ്ട് ഫണ്ടിന്. ഈ കർമ്മം ഫണ്ടിന്റെ ആയിട്ട് അവിടെ ഇവിടുത്തെ ഈ ഫണ്ടൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇത് ആരൊക്കെ എവിടെ ചെലവാക്കുന്നത്? ഒരാൾ ചത്തു കഴിഞ്ഞാൽ ആദ്യം അട്ടാത്ത 5 ലക്ഷത്തിന് കൊടുത്താൽ അവൻ്റെ വായിൽ നാക്കടയ്ക്കും. പിന്നെ അവൻ്റെ കുടുംബത്തിൽ അനർഹരാൾക്ക് ജോലി കൊടുക്കുമെന്ന് അർഹതപ്പെട്ടവർക്ക് അതും കൊടുക്കൂല. ഒരാൾ ആന കൊന്നു കഴിഞ്ഞിട്ട് ഓടി വന്നാൽ അയ്യോ ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അടുത്ത് വരാതിരിക്കാൻ നോക്കണം. ഇത് ഇന്നലെ ആന വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക, ഈ റോഡ് സൈഡിൽ എപ്പോഴും ഇപ്പോഴും അവിടെ വന്ന് നിൽക്കുക. വേറെ തുടങ്ങിയ ആന ചെയ്യണേ. കാടും നാടും വേർതിരിച്ച് ട്രഞ്ചും ഫെൻസിങ്ങും അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആനക്കലി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളും ആവർത്തിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ETV ഭാരത്, ഇടുക്കി.